ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നാളെ ഏപ്രിൽ 19 തിങ്കളാഴ്ച മുതൽ 100 ദിവസത്തെ ഒരു ഫിറ്റ്നസ് ജേണി, ഒരു ഫിറ്റ്നസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. ഫിറ്റ്നസ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസ്, ഫ്ലാറ്റ് ടമ്മി, പിന്നെ നല്ലൊരു ഹെൽത്തി ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പലർക്കും പല എയിം ആയിരിക്കാം. ചിലർക്ക് ഫാറ്റ് ലോസ്, ചിലർക്ക് ഫ്ലാറ്റ് ടമ്മി കിട്ടണം, പിന്നെ ചിലർക്ക് മസിൽ ഗെയിൻ ചെയ്യണം, ചിലർക്ക് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ചിലർക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കണം. അങ്ങനെ പലർക്കും പല എയിം ആയിരിക്കാം. എന്ത് എയിം ആണെങ്കിലും നമ്മൾ 100 ദിവസം ഈ ഫിറ്റ്നസ് ജേണി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തുടർന്നും 90% ഇത് തന്നെ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത് കാരണം ഒരു ഹാബിറ്റായിട്ട് നമുക്കത് ഫോം ആകും. നമ്മളിത് 90% ഇത് തന്നെയാണ് നമ്മൾ പിന്നെയും ഫോളോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ലൈഫിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്താൻ പോവുകയാണ്. ദിവസവും 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ വർക്കൗട്ടിന് മാറ്റി വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ വർക്കൗട്ട്. അതായത് ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസവും എക്സസൈസ് ഉണ്ടാവും. ഒരു ദിവസം റെസ്റ്റ് ഡേ ആയിരിക്കും. 100 ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. 100 ദിവസം. അപ്പം 4 തൊട്ട് 6 വരെയാണ് എൻ്റെ വർക്കൗട്ട് ടൈം. അത് കഴിഞ്ഞ് 6 തൊട്ട് 8 വരെ ഹെൽത്തി കുക്കിംഗ്. അങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡയറ്റായിട്ട് നമുക്ക് വെയിറ്റ് കുറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഡയറ്റിലെ ആവശ്യം പ്രോട്ടീനും ഫൈബറാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പം ചിക്കൻ ബ്രസ്റ്റ്, എഗ് വൈറ്റ്സ്, ഇതൊക്കെയാണ് നല്ല പ്രോട്ടീൻ്റെ ഫിഷ്, ഇതൊക്കെയാണ് നല്ല പ്രോട്ടീൻ്റെ സോഴ്സ്. ഞാൻ ചിക്കൻ ബ്രസ്റ്റും ഫിഷും ഒന്നും കഴിക്കുന്നില്ല. എഗ് വൈറ്റ്സ് നല്ല രീതിയിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എഗ് വൈറ്റ്സ് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫിഷ്, ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഡയറ്റിൽ ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം ഇതൊരു വെജിറ്റേറിയൻ ഡയറ്റായിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡയറ്റായിട്ട് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ വർക്കൗട്ടിൻ്റെ സമയത്ത് ഒരു റോബസ്റ്റ അല്ലെങ്കിൽ കേരള ബനാന ഹാഫ് സ്റ്റീം ചെയ്ത്, വലുതാണെങ്കിൽ ഹാഫ്, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് കഴിക്കാം. അത് കഴിച്ചുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് കുറച്ചായിട്ട് അപ്പം തന്നെ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം 12-15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും ഞാനും. അത് കഴിഞ്ഞും വർക്കൗട്ട് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 3 എഗ് വൈറ്റ്സും 2 വോൾ എഗ്ഗും യൂസ് ചെയ്തിട്ടുള്ള റെയിൻബോ ഓംലെറ്റ്. അതായത് ക്യാപ്സിക്കം യെല്ലോ എടുക്കാം, റെഡ് എടുക്കാം, ഗ്രീൻ എടുക്കാം, പർപ്പിൾ ക്യാബേജ് എടുക്കാം, സാദാ ക്യാബേജ് എടുക്കാം. അതിലൂടെ ടൊമാറ്റോ, അണിയൻസൊക്കെ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി, പെപ്പർ പൗഡർ, സോൾട്ട് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു ഓംലെറ്റ്, നല്ല വലിയൊരു ഓംലെറ്റ്, റെയിൻബോ ഓംലെറ്റ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എങ്ങനെ ഉണ്ടാക്കുന്ന രീതിയും യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് ഒരെണ്ണം. അതിൻ്റെ കൂടെ തന്നെ ഒരു കുക്കുംബറും കഴിക്കും. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിന് മുൻപായിട്ട് വിശക്കുവാണെങ്കിൽ ഗ്രീൻ ആപ്പിളോ അല്ലെങ്കിൽ മധുരം കുറഞ്ഞ സാധാരണ റെഡ് ആപ്പിളോ, ഏതെങ്കിലും ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ, സീസണൽ ഫ്രൂട്ട്, പേരയ്ക്കയോ എന്തെങ്കിലും സീസണൽ ഫ്രൂട്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കുന്നത് മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയാണ്. മൾട്ടിഗ്രെയിൻ ചപ്പാത്തി ഒരു വലുതാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2. സാധാരണ രീതി വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ചപ്പാത്തി, അതിലൂടെ പനീർ, പിന്നെ സോർട്ടഡ് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് ഉണ്ടാവും. അത് പനീർ, പിന്നെ എൻ്റെ കൂടെ ഒരു ചപ്പാത്തി, മൾട്ടിഗ്രെയിൻ ചപ്പാത്തി, റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ആശീർവാദിൻ്റെ മൾട്ടിഗ്രെയിൻ നമുക്ക് വാങ്ങിയാൽ കിട്ടും. അതിലൂടെ ഒരു കപ്പ് റാഗിപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് 1. അതാണ് ലഞ്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്നവർ വിശപ്പ് കൂടുമല്ലോ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞും ഒരു പിടി നട്ട്സ് പറയുമ്പോൾ ആൽമണ്ട്, വാൾനട്ട്, പിന്നെ സീഡ്സ്, പംകിൻ സീഡ്സ്, വാട്ടർമെലൺ സീഡ്സ്, നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ ചേർന്ന് ഒരു പിടി നട്ട്സും സീഡ്സും ഒരു പിടി കഴിക്കും. പിന്നെ ഡിന്നറിന് മിക്സഡ് വെജിറ്റബിൾ സൂപ്പ്, മുളപ്പിച്ച് ചെറുപയർ ഇട്ടുള്ള സൂപ്പാണ് മെയിനായിട്ട്. ഞാൻ ദാൽ സൂപ്പോ മിക്സഡ് വെജിറ്റബിൾ സൂപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ഡിന്നർ ഏതെങ്കിലും സൂപ്പായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ റാഗി പുട്ടോ, ഗോതമ്പ് ദോശയോ, ഗോതമ്പ് പുട്ടോ, ഡിന്നറിന് എന്തെങ്കിലും കഴിക്കാം. ഞാൻ മെയിനായിട്ട് സൂപ്പാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിന്നറിന് മെയിനായിട്ട് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത സൂപ്പാണ് ഡിന്നറിന് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഒരു സാമ്പിൾ
ഇത് തന്നെയാണ് 100 ദിവസം കഴിക്കുമെന്ന് പറഞ്ഞല്ല, ഏകദേശം ഒരു സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതേപോലെ ആയിരിക്കും ഞാൻ 100 ദിവസവും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള ഐറ്റംസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ മില്ലറ്റ്സൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരും, എന്നാൽ ഇതൊക്കെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയാണ്, ഇതാണ് ഡയറ്റ്. പിന്നെ എക്സസൈസ് കാർഡിയോ എക്സസൈസ് 30 മിനിറ്റ്സ്, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ഡംബൽസ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ് അത് ഒരു മണിക്കൂർ ഉണ്ടാവും. മൊത്തത്തിൽ 2 മണിക്കൂർ താഴെ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഗ്യാപ്പ് വിട്ട് വർക്കൗട്ട് ചെയ്യും. 2 മണിക്കൂർ ഫുള്ളായിട്ടില്ല, 2 മണിക്കൂർ. എന്നാലും വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയം 2 മണിക്കൂറാണ്, 4 തൊട്ട് 6 വരെ. അതെ, എൻ്റെ കയ്യിൽ 5 കിലോ ഡംബൽസ് ഉണ്ട്, 2 കിലോ ഡംബൽ, 3 കിലോ ഡംബലുണ്ട്, 5 കിലോ ഡംബലുണ്ട്, 7.5 കിലോ ഡംബലുണ്ട്. ഈ 3 വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ ഈ സമയത്ത് ചെയ്യുന്ന വയറ് ഫ്ലാറ്റ് ആകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ ഈ വണ്ണമായിട്ട് എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് ഫിറ്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എക്സസൈസ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഡ്രസ്സൊക്കെ കുറച്ച് ഫിറ്റിങ്ങൊക്കെ ശരിയാകും. അപ്പോഴത്തേക്കും 1 മാസം കഴിഞ്ഞ് ഞാൻ എക്സസൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇപ്പോഴത്തെ ഇതും 1 മാസം കഴിഞ്ഞ റിസൾട്ടും തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു മാസം ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റ് 4 to 5, 6 കിലോ ഒക്കെയാണ്. ഒരു 5 കിലോ 6 കിലോ ഒക്കെ കുറയാൻ തന്നെ നല്ല കാര്യമാണത്. വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയുമ്പോൾ തിരിച്ച് ഗെയിൻ ചെയ്യാനും എളുപ്പം ഗെയിൻ ചെയ്യുകയും ചെയ്യും. സ്ലോ ആയിട്ട് വെയിറ്റ് കുറയുന്നതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലത്, മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലത്. അപ്പോൾ ഡയറ്റ് പറഞ്ഞു, വർക്കൗട്ട് പറഞ്ഞു, പിന്നെ സ്റ്റെപ്പ് നമ്മൾ ലിഫ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം സ്റ്റെയർ കേസൊക്കെ യൂസ് ചെയ്യും. പിന്നെ കഴിവത്ര നടക്കും. എത്ര നടക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. മാക്സിമം നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ നടക്കുമ്പോഴത്തേക്കിനും കാലറി കൂടുതലായിട്ട് ബേൺ ആവും. നമ്മുടെ ഹെൽത്തിനും അത് നല്ലതാണ്. കഴിവതും നടക്കണം. 10K സ്റ്റെപ്സ് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം എപ്പോഴും 12 തൊട്ട് 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ സമയവും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉറക്കം, നമുക്ക് തന്നെ അറിയാം, ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം ആ ദിവസം മുഴുവനും നമ്മുടെ മോശമാകും. നല്ല ഉറക്കം, 7-8 മണിക്കൂർ നല്ല സൗണ്ട് സ്ലീപ്പാണ് നമ്മുടെ ഫിറ്റ്നസ് ചാലഞ്ചിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സൗണ്ട് സ്ലീപ്പാണ്. അത് കിട്ടുന്നതിന് വേണ്ടി മൊബൈല്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, TV ഇതെല്ലാം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ മാറ്റി വെച്ചിട്ട് നല്ല പീസ്ഫുൾ, നല്ല സമാധാനം അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ കിടക്കണം. അപ്പോൾ നല്ലതായിട്ട് ഉറക്കം വരും. പിന്നെ രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതാണ് നല്ല എക്സസൈസ് നല്ലത്. കാര്യം നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ വേറൊരു ഫോൺ കോൾസോ വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. നമ്മളും ഈ നേച്ചറും മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലതായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം, ഒരു തടസ്സമില്ല, നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഡയറ്റ് പറഞ്ഞു, എക്സസൈസ് പറഞ്ഞു, വെള്ളം പറഞ്ഞു, ഉറക്കം പറഞ്ഞു. പിന്നെ ഡയറ്റിൽ വെജിറ്റബിൾസും പ്രോട്ടീനും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഓരോ മീൽസിനൊപ്പം സ്നാക്സിനൊപ്പം പ്രോട്ടീനും ഫൈബറും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ഫ്ലാറ്റ് സ്റ്റൊമക്ക് കിട്ടാൻ ഏറ്റവും അത്യാവശ്യമാണ്. ഫാറ്റ് ലോസിനും അത്യാവശ്യമാണ്. നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അത്യാവശ്യമാണത്. നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ പല രോഗങ്ങളും, ഡയബറ്റീസ്, പ്രഷർ, ഈവൻ ക്യാൻസർ വരെ വരുമെന്നാണ് സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ BMI എല്ലാം കറക്റ്റായിട്ട് വെക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈ ഒന്നിനും സമയമില്ലാത്ത കാര്യം കൊണ്ടൊക്കെ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു 100 ദിവസം നമുക്ക് വേണ്ടി 100 ദിവസം മാറ്റി വെക്കുവാണെങ്കിൽ അത് കഴിഞ്ഞും ഏതാണ്ട് 90% നമ്മൾ ആ രീതി തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ലൈഫ് മുഴുവൻ നമ്മൾ ഹെൽത്തി ആയിട്ട് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ 100 ഡേ ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഗൂഗിൾ ചെയ്യുവാണെങ്കിലും യൂട്യൂബിലൊക്കെ നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. ഈ 100 ദിവസത്തെ ഫിറ്റ്നസ് ചാലഞ്ച് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് എല്ലാം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. നല്ലൊരു ഡയറ്റ്, നല്ലൊരു വർക്കൗട്ട്, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മൾ 100 ദിവസം നമ്മൾ പാലിക്കുവാണെങ്കിൽ നമ്മൾ വേറൊരു ആളാകുകയാണ് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും. വേറൊരു ആളാകും നമ്മളും. അപ്പം എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ 100 ഡേ ഫിറ്റ്നസ് ചാലഞ്ചിൽ നിങ്ങളും ജോയിൻ ചെയ്ത് നിങ്ങളും സക്സസ് ആവണം, ഞാനും സക്സസ് ആവണം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.